ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷെസ്വാൻ സോസ്. ഇങ്ങനെയൊരു സോസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് റെസിപ്പീസിന് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസ്, പൊട്ടറ്റോ വെഡ്ജസ്, അല്ലാണ്ട് ഷെസ്വാൻ ചിക്കൻ, ഇങ്ങനെ പല പല റെസിപ്പീസിനും നമുക്ക് യൂസ്ഫുള്ളാണ്. ഇത് നല്ല എരിവ് കൂടിയ ഇനം സോസാണ്. ഇത് സോസ് അങ്ങനെ നമ്മൾ ബ്രെഡിൽ നോക്കി കഴിക്കാനുള്ളതല്ല. നമുക്ക് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ബ്രെഡ് ഐറ്റംസിനും, അല്ലാതെ നമുക്ക് ചിക്കൻ, നോൺ വെജിനും എല്ലാം വെജിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് ഒരു അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ യൂസ് ചെയ്യുന്നൊരു സോസാണ്. നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഉണക്കമുളക് ഞാൻ 2 വിസിലാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാം കാശ്മീരി മുളകും 50 ഗ്രാം സാദാ മുളകും. ഇത് സാദാ മുളക് ഞെട്ട് കളഞ്ഞ് അതിൻ്റെ പൊട്ടിച്ച് അതിൻ്റെ കുരു കളയുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. ഈ മുളക് ഇതുപോലെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് വേവിച്ചെടുക്കണം. അതിന് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചപ്പോൾ ഞാൻ ആ മുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഞെട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ടത്. ഇതൊന്ന് നന്നായിട്ട് ഒരു 5-8 മിനിറ്റ് നന്നായിട്ട് വേവിച്ച ശേഷം ഇറക്കി വെച്ചു. ഇനി തണുത്ത ശേഷം ഇത് പേസ്റ്റായി എടുക്കണം. ഇതുപോലെ നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു വലിയ പാൻ അടുപ്പിൽ വെച്ച് ഇതുപോലെ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നപ്പോൾ നൈസായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മിനിറ്റിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചറും കൂടി ഇതിൽ ചേർത്ത് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ജിഞ്ചറും ഗാർലിക്കും ഇതുപോലെ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മുളക് ചേർത്ത് കൊടുക്കാം. അരച്ച് മിക്സി കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി ഓയിൽ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിന് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. വിനീഗർ 3 ടേബിൾ സ്പൂൺ, സോയ സോസ് 2 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂൺ, ഷുഗർ 2 ടേബിൾ സ്പൂൺ, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി ഇളക്കി ചേർക്കുക. അധികം കുറുകി പോവരുത്. ഇതാണ് ഈ സോസിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ചൈനീസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോസാണ്. അവർക്ക് ന്യൂഡിൽസിനും അല്ലാതെ എന്ത് ഐറ്റംസിനും അവരുടെ ഇതിൽ ഈ സോസ് മസ്റ്റാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.